ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് S3 മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെ മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 ലാസ്റ്റ് ടോപ്പിക്കാണ് ഫൊറിയർ ട്രാൻസ്ഫോം. അതാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ടൈം ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് നമ്മൾ ഒമേഗ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഫ്രീക്വൻസി കാണിക്കുന്ന ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡൊമൈനിൽ നിന്നും മറ്റൊരു ഡൊമൈനിലേക്ക് നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ബിടെക്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിപ്ലിക്കാരും ഈസിക്കാരും ഒക്കെ സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളിപ്പോൾ ഹയർ സെമിയിലേക്ക് വരുമ്പോഴത്തേക്ക് DSP അതേപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം, അതിനകത്തൊക്കെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം പഠിക്കുന്നവർ ഈസിക്കാരും ട്രിപ്പിക്കാരും ഒക്കെ കുറെ കാര്യത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. നിങ്ങളുടെ ഹയർ സെമിലുള്ള കോർ പേപ്പറുകളിലൊക്കെ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിന് ജനറൽ ആയിട്ടുള്ള ഫോർമുലയുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ f of x ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f of x ഈസ് ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x ഇൻറ്റു e റേസ് ടു മൈനസ് i ഒമേഗ എക്സ് dx എന്നാണ് നമ്മുടെ ഇക്വേഷൻ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? f of ഒമേഗ എന്ന് എഴുതാം. അതായത് ഫൊറിയർ ട്രാൻസ്ഫോം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of x is equal to 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of ഒമേഗ ഇൻറ്റു e റേസ് ടു i ഒമേഗ എക്സ് ഡി ഒമേഗ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെയാ വരുന്നത്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇതാണ് മൈനസ് ഇൻഫിനിറ്റി, ഇതാണ് പ്ലസ് ഇൻഫിനിറ്റി. ക്ലിയർ? 0 ഇവിടെയാണ് നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to 1 if mod x less than 1, 0 otherwise. ഇത് KTUല് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2017 ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് f of x എങ്ങനെയാ? 1 ആണ്. ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ -1നും 1നും ഇടയിൽ നമ്മുടെ f of x എന്തായിരിക്കും? 1 ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിന് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ കൊടുക്കാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x ഇൻറ്റു e റേസ് ടു മൈനസ് i ഒമേഗ എക്സ് dx ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്ക് പകരം നമുക്ക് എന്ത്? നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെയാണ്? -1 to 1 ആണ്. -1 to 1 f of x എന്താണ്? 1 ആണ്. 1 ഇൻറ്റു e റേസ് ടു മൈനസ് i ഒമേഗ എക്സ് ഇൻറ്റു dx വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? 1/√2π ഇന്റഗ്രൽ -1 to 1 e റേസ് ടു മൈനസ് i ഒമേഗ എക്സ് dx എന്നായി മാറുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. ഇന്റഗ്രൽ e റേസ് ടു ax dx എന്താണെന്ന് നിങ്ങൾക്കറിയാം? e റേസ് ടു ax ബൈ a ആണെന്നറിയാം. ഓക്കെ അല്ലേ? അതായത് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഏതാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ dx ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ക്ലിയർ? ഇന്റഗ്രേഷൻ വരുമ്പോൾ ഡിവൈഡ് ആണ് ചെയ്യുന്നത് കോഎഫിഷ്യന്റ്, എക്സിന്റെ കോഎഫിഷ്യന്റ്. ഡിഫറൻസിയേഷൻ വരുമ്പോൾ എന്താണ്? മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അപ്പൊ എന്ത് കിട്ടുന്നു? 1/√2π e റേസ് ടു മൈനസ് i ഒമേഗ എക്സിന്റെ അപ്പൊ ഇന്റഗ്രൽ എന്ത് വരുന്നു? e റേസ് ടു മൈനസ് i ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്?
മൈനസ് ഐ ഒമേഗയാണ്, മൈനസ് 1 to 1. അടുത്ത സ്റ്റെപ്പിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള മൈനസ് ഐ ഒമേഗ ഞാൻ എടുത്തൊന്ന് വെളിയിലിടുക. അപ്പൊ 1/√2π ഇൻറ്റു മൈനസ് ഐ ഒമേഗ. ഇനി ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 1 ആണ് നമ്മുടെ അപ്പർ ലിമിറ്റ്. അപ്പൊ e⁻ മൈനസ് ഐ ഒമേഗ ആകുന്നു. -1 ആണ് നമ്മുടെ ലോവർ ലിമിറ്റ്. അപ്പൊ എന്താകുന്നു? e⁻ഐ ഒമേഗയും ആകുന്നു. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ട്. എന്താണ്? e⁻ഐ തീറ്റ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. e⁻ഐ തീറ്റ എന്താണ്? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ എന്താണ്? e⁻ഐ ഒമേഗ എന്താണ് വരുന്നത്? കോസ് ഒമേഗ മൈനസ് ഐ സൈൻ ഒമേഗ എന്നും e⁻ഐ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ എന്നുമാണ് വരുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഈ സംഭവങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? 1/√2π മൈനസ് ഐ ഒമേഗ. ഇതിനകത്ത് അപ്പൊ എന്ത് കിട്ടുന്നു? കോസ് ഒമേഗ മൈനസ് ഐ സൈൻ ഒമേഗ മൈനസ് ഓഫ് എന്ത് കിട്ടുന്നു? കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ എന്ന് കിട്ടുന്നു. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 1/√2π മൈനസ് ഐ ഒമേഗ കോസ് ഒമേഗ മൈനസ് ഐ സൈൻ ഒമേഗ മൈനസ് കോസ് ഒമേഗ മൈനസ് ഐ സൈൻ ഒമേഗ. കോസ് ഒമേഗയും ഇവിടുത്തെ മൈനസ് കോസ് ഒമേഗയും വെട്ടിപ്പോന്നു. ബാക്കി എന്തുണ്ട്? മൈനസ് ഐ സൈൻ ഒമേഗ മൈനസ് ഐ സൈൻ ഒമേഗ എന്ത് കിട്ടുന്നു? മൈനസ് 2i സൈൻ ഒമേഗ എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ മൈനസും വെട്ടിപ്പോന്നു. ഇവിടുത്തെ ഐയും വെട്ടിപ്പോന്നു. ഫൈനൽ ആൻസർ അപ്പൊ എന്ത് കിട്ടുന്നു? 2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ √2π ഒമേഗ എന്ന് കിട്ടുന്നു. ഇനി ഇതിനെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ലേ? ഈ √2π നമുക്ക് എങ്ങനെ എഴുതാം? √2 ഇൻറ്റു √π എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ 2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √π ഒമേഗ എന്ന് കിട്ടുന്നു. ഈ 2ഉം ഇവിടുത്തെ ഒരു √2ഉം വെട്ടിക്കളഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഒരു √2 വരില്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? √2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ √π ഒമേഗ എന്ന് കിട്ടുന്നു. √2ഉം √πയും നമുക്ക് ഒന്നിച്ച് എഴുതാം. അപ്പോൾ √2/π സൈൻ ഒമേഗ ബൈ ഒമേഗ എന്ന് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഉത്തരം കിട്ടുന്നു. ഓക്കെ അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to e⁻kx if x less than 0 എന്നാ. 0 otherwise. അപ്പൊ എന്താണ്? ഇത് -∞ ആണ്, ഇത് +∞ ആണ്, ഇത് 0 ആണ്. അപ്പൊ 0 അല്ല, x ലെസ് ദാൻ 0 ആകുന്ന കേസിലാണ് നമ്മുടെ, അതായത് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? e⁻kx ആകുന്നത്. അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് എന്ത് വരുന്നു? -∞ to 0. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുന്നു. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to 1/√2π ഇന്റഗ്രൽ -∞ to ∞ f of x into e⁻i ഒമേഗ x dx എന്ന് വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? 1/√2π ഇന്റഗ്രൽ -∞ to 0 f of x എന്താണ്? e⁻kx into e⁻i ഒമേഗ x dx. ഇവിടെ നോക്കൂ, e⁻kx ഉണ്ട്, e⁻i ഒമേഗ x ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഒന്നിച്ച് എഴുതാൻ പറ്റില്ലേ? ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം. e⁻kx into e⁻i ഒമേഗ x എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? e⁻kx - i ഒമേഗ x എന്ന് എഴുതാൻ പറ്റില്ലേ? ഇതിൽ നിന്ന് നമുക്കൊരു x എടുത്ത് വെളിയിലിട്ടാൽ എന്താകുന്നു? e⁻k - i ഒമേഗ into x എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ യെല്ലോ കളർ ഞാൻ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഇന്റഗ്രലിനകത്തോട്ട് കൊടുക്കുമ്പോൾ 1/√2π ഇന്റഗ്രൽ -∞ to 0 e⁻k - i ഒമേഗ into x dx എന്നാകുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ
എന്താകുന്നു നോക്കൂ, 1/√2π e raised to k minus I omega x അല്ലേ? അപ്പൊ e raised to k minus I omega into x divided by k minus I omega എന്നാണ്. എക്സിന്റെ കോഷ്യന്റിലെ ഡിവൈഡ് ചെയ്യുന്നത്. minus infinity to 0 which is equal to 1/√2π അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 അല്ലേ? അപ്പോൾ e raised to 0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 1/k minus I omega മൈനസ് ലോവർ ലിമിറ്റ് e raised to minus infinity ആ. അപ്പൊ e raised to minus infinity വാല്യൂ എന്താണ്? 0 ആണ്. അതെങ്ങനെ 0 ആകുന്നത്? e raised to minus infinity നമുക്ക് 1/e raised to infinity എന്ന് എഴുതാം. അപ്പൊ e raised to infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി. അപ്പൊ 1/infinity എന്താവുന്നു? 0 ആകുന്നു. ഓർത്ത് വെക്കുക, e raised to minus infinity 0യും e raised to infinity ഇൻഫിനിറ്റി ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാനപ്പോ ലോവർ ലിമിറ്റ് നമ്മുടെ എന്താണ്? 0 ആയി മാറുന്നു. e raised to minus infinity 0 അല്ലേ? അപ്പൊ ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ത് കിട്ടുന്നത്? 1/√2π into k minus I omega. ക്ലിയർ? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to e raised to minus ax x greater than 0 and a greater than 0. x greater than 0 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താകുന്നു? e raised to minus ax ആകുന്നു. അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെയാ വരുന്നത്? 0 to infinity. ഓക്കെ, അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x എന്താണ്? which is equal to 1/√2π integral minus infinity to infinity f of x into e raised to minus I omega x dx ആണ്. ഇനി നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെയാ വരുന്നത്? which is equal to 1/√2π ഇന്റഗ്രൽ നമ്മുടെ 0 to infinity ആ വരുന്നത് അല്ലേ? 0 to infinity ആകുമ്പോൾ f of x എന്തായി മാറുന്നു? e raised to minus ax ആകുന്നു. e raised to minus ax into e raised to minus I omega x dx. ഇനി e raised to ന്റെ പവറുകൾ ഞാൻ സൈഡിലോട്ട് നോക്കുന്നു. അപ്പൊ e raised to minus ax into e raised to minus I omega x അല്ലേ? which is equal നമുക്ക് എന്ത് എഴുതാം? e raised to minus ax minus I omega x എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമ്മളൊരു മൈനസ് എക്സ് എടുത്ത് വെളിയിലിട്ടാൽ e raised to minus of a minus I omega into x എന്ന് കിട്ടുന്നു. സോറി, a മൈനസ് അല്ല, a പ്ലസ് I omega into x എന്ന് കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ ഞാനിത് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 1/√2π 0 to infinity. ഇതിന് പകരം ഞാനിവിടെ ഈ സാധനമാണ് കൊടുക്കുന്നത്. സോൾവ് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. e raised to minus a plus I omega into x dx. ഇനി ഇതിന്റെ നമ്മൾ ഇന്റഗ്രൽ ആണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നു ആൻസർ? 1/√2π e raised to minus of a plus I omega into x divided by x ന്റെ കോഷ്യന്റ് എന്താണ്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ മൈനസ് a plus I omega. ലിമിറ്റ് എന്താണ്? 0 to infinity. അപ്പർ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി അല്ലേ? അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity എന്താണ്? 0 അല്ലേ? അപ്പർ ലിമിറ്റിന്റെ പാർട്ട് 0 ആയി മാറുന്നു. ലോവർ ലിമിറ്റോ? e raised to 0. e raised to 0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ 1/ ഡിനോമിനേറ്റർ എന്താ? മൈനസ് a plus I omega which is equal to ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസും കൂടെ എന്താകുന്നു? പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് കിട്ടുന്നു? 1/√2π into 1/ എന്ത് കിട്ടും? a plus I omega എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to -1 if -1 less than x less than 0, 1 if 0 less than x less than 1, 0 otherwise. ഇവിടെ നോക്കുക, ഇത് നമ്മുടെ മൈനസ് ഇൻഫിനിറ്റി, ഇത് പ്ലസ് ഇൻഫിനിറ്റി ആണ്, ഇത് -1, ഇത് 0, ഇത് 1 ആണ്. അപ്പൊ ഇവിടെ -1നും 0യ്ക്കും ഇടയിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? -1നും 0യ്ക്കും ഇടയിൽ -1 ആണ് f of x. ഇനി 0യ്ക്കും 1നും ഇടയിൽ 1 ആണ്, ബാക്കിയുള്ളിടത്തെല്ലാം എന്താണ്? 0 ആണ്. അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല നമുക്കൊന്ന് എഴുതാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/√2π
ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇന്റഗ്രലിലെ ലിമിറ്റുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഫോം എഴുതാം. 1/√2π ഇന്റഗ്രൽ എങ്ങനെയാണ്? -1 to 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ -1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് വരുന്നു. പ്ലസ് അടുത്തതോ 0 to 1 വരുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് 1 ആണ്. 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 1/√2π ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് ഉണ്ട്, മൈനസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്താണ് ഇന്റഗ്രൽ? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗയാണ്. -1 to 0. ഓക്കെ. പ്ലസ് അടുത്തതോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ 0 to 1. ഇവിടുത്തെ ഈ മൈനസ് ഇവിടുത്തെ ഈ മൈനസ് കളയുക. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഫസ്റ്റ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് എന്താണ്? 0 ആണ്. ലോവർ ലിമിറ്റ് -1 ആണ്. അപ്പൊ 1/√2π എന്ത് കിട്ടുന്നു? ഈ ഡിനോമിനേറ്റർ ഉള്ള ഐ ഒമേഗ എടുത്ത് നമ്മൾ വെളിയിലിടുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? 1/i ഒമേഗ എടുത്ത് വെളിയിലിട്ടിട്ട് അപ്പർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0യുടെ വാല്യൂ എന്താ? 1 കിട്ടുന്നു. ലോവർ ലിമിറ്റ് -1 കൊടുക്കുമ്പോൾ ഇ റേസ് ടു ഐ ഒമേഗ എന്ന് കിട്ടുന്നു. അപ്പൊ ഫസ്റ്റ് ബ്രാക്കറ്റിന്റെ പരിപാടി കഴിഞ്ഞു. സെക്കൻഡ് ബ്രാക്കറ്റിൽ നമുക്ക് എന്താണ്? ആ മൈനസ് ഐ ഒമേഗ എന്നുള്ളത് ഡിനോമിനേറ്റർ ഉള്ളത് അതെടുത്ത് വെളിയിലിട്ടു. അപ്പൊ 1/-i ഒമേഗ എടുത്ത് വെളിയിട്ടിട്ട് ഇനി ഈ പാർട്ടിൽ, അതായത് ഏത് പാർട്ടില്ല, ഈ ഒരു പാർട്ടിൽ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തേ. അപ്പൊ എന്തുകൊണ്ട്? അപ്പർ ലിമിറ്റ് 1 അല്ലേ? അപ്പൊ ഇ റേസ് ടു -i ഒമേഗ കിട്ടുന്നു. മൈനസ് ലോവർ ലിമിറ്റ് 0 അല്ലേ? അപ്പൊ ഇ റേസ് ടു 0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇത് എഴുതുക. 1/√2π 1/i ഒമേഗ 1 മൈനസ് ഇ റേസ് ടു ഐ ഒമേഗ. ഇവിടെ കണ്ട ഈ മൈനസ് ഉണ്ടല്ലോ, ആ മൈനസും ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? നെഗറ്റീവ് ആവും. അപ്പൊ -1/i ഒമേഗ ഇൻറ്റു ഇ റേസ് ടു -i ഒമേഗ -1. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഐ ഒമേഗ കണ്ടോ? ഐ ഒമേഗ രണ്ട് ടൈമിലും ഡിനോമിനേറ്റർ ഉണ്ടല്ലോ. അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് ഒന്നിച്ച് എഴുതാൻ പറ്റില്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അതാണ് ചെയ്യുന്നത്. 1/√2π 1 മൈനസ് ഇ റേസ് ടു ഐ ഒമേഗ. അടുത്തത് എന്താണ്? ഇത് മൈനസ് സൈൻ അല്ലേ? ഈ മൈനസ് സൈൻ നമ്മൾ അകത്തേക്ക് ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നു മൈനസ് ഇ റേസ് ടു -i ഒമേഗ. അടുത്തത് +1. ഡിനോമിനേറ്റർ എന്താണ്? ഐ ഒമേഗയാണ്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടൈം എന്താണ്? 1 ഇവിടെയും 1 ആണ്. 1 + 1 എന്താണ്? 2 ആണ് കിട്ടുന്നത്. 2. അപ്പൊ 1/√2π 2 മൈനസ്, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് അടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇ റേസ് ടു ഐ ഒമേഗ മൈനസ് ഇ റേസ് ടു -i ഒമേഗ. ഇതിൽ നിന്ന് ഞാനൊരു മൈനസ് എടുത്ത് വെളിയിലിട്ടാൽ എന്താകുന്നു? ഇ റേസ് ടു ഐ ഒമേഗ പ്ലസ് ഇ റേസ് ടു -i ഒമേഗ എന്നാകത്തില്ലേ? അപ്പൊ ഞാൻ ഒരു മൈനസ് എടുത്ത് വെളിയിലിട്ടു. അപ്പൊ എന്താകുന്നു? ഇ റേസ് ടു ഐ ഒമേഗ പ്ലസ് ഇ റേസ് ടു -i ഒമേഗ ബൈ ഐ ഒമേഗ. ക്ലിയർ? ഇനി ഇ റേസ് ടു ഐ ഒമേഗ പ്ലസ് ഇ റേസ് ടു -i ഒമേഗ എന്താണ്? അത് ഞാൻ ഈ സൈഡിലൊന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ നോക്കുക. ഇ റേസ് ടു ഐ ഒമേഗ പ്ലസ് ഇ റേസ് ടു -i ഒമേഗ ഈസ് ഈക്വൽ ടു, ഇ റേസ് ടു ഐ ഒമേഗ എന്താണ്? കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ ആണെന്നറിയാം. പ്ലസ് അടുത്തതോ ഇ റേസ് ടു -i ഒമേഗ എന്താണ്? കോസ് ഒമേഗ മൈനസ് ഐ സൈൻ ഒമേഗ. വെട്ടിക്കള. ഏതൊക്കെ വെട്ടുന്നത്? ഐ സൈൻ ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗയും മൈനസ് ഐ സൈൻ ഒമേഗയും വെട്ടിപ്പോയാൽ കോസ് ഒമേഗ പ്ലസ് കോസ് ഒമേഗ എന്ത് കിട്ടുന്നു?
2 cos ഒമേഗ എന്ന് കിട്ടുന്നത്. 2 cos ഒമേഗ. അപ്പൊ ഞാൻ 2 cos ഒമേഗ ഇവിടെ കൊടുത്തോട്ടെ. എവിടെ കൊടുക്കുന്നു? ഈ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? 1/√2 പൈ 2 മൈനസ് 2 cos ഒമേഗ ഡിവൈഡഡ് ബൈ ഐ ഒമേഗ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഡിനോമിനേറ്ററിൽ ഐ ഒമേഗ ഉണ്ട്, ന്യൂമറേറ്ററിൽ 2 ഇല്ല, 2 ടൈമിൽ ആ 2 എടുത്തങ്ങ് വെളിയിലിട്ടേ. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ √2 പൈ ബ്രാക്കറ്റിനകത്ത് അപ്പൊ എന്ത് കിട്ടുന്നു? 1 മൈനസ് കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഐ ഒമേഗ. ഇവിടെ നോക്കൂ, ഇവിടെ 2 ഡിവൈഡഡ് ബൈ √2 പൈ അല്ലേ? ആ √2 പൈനെ നമുക്ക് എങ്ങനെ എഴുതാം? √2 ഇൻറ്റു √π എന്ന് എഴുതാം. എന്നിട്ട് 2ഉം √2ഉം കൂടെ വെട്ടിയിട്ട് മുകളിൽ എന്ത് കിട്ടുന്നു? ഒരു √2 കിട്ടുന്നു. താഴെ അപ്പോൾ √π മാത്രമാകുന്നു. 1 മൈനസ് കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഐ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു √2/π 2/π 1 മൈനസ് കോസ് ഒമേഗ ബൈ ഐ ഒമേഗ. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ 0 അതർവൈസ്. സൊല്യൂഷൻ. ഇവിടെ ഇപ്പൊ എന്താണ്? എക്സ് എപ്പോഴാകുന്നത്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ആണ്. ഇപ്പൊ ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെയാണ്? 0 ടു എ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എന്താണ്? 1/√2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്നായി മാറുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഫംഗ്ഷൻ എവിടാണ്? എക്സ് ആകുന്ന എപ്പോഴാണ്? 0ക്കും എയ്ക്കും ഇടയിലുള്ളപ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എക്സ് ആകുന്നത്. അപ്പൊ എന്താകുന്നു? 1/√2 പൈ ഇന്റഗ്രൽ 0 ടു എ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഇനി ഇവിടെ നമ്മൾ ഇന്റഗ്രലിനകത്ത് എന്താണ്? എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബെർണോളിസ് മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഫോറിയർ സീരീസിനകത്ത് പഠിച്ചിട്ടുള്ളതാണ് ബെർണോളിസ് മെത്തേഡ്. ബെർണോളിസ് മെത്തേഡ് എന്തായിരുന്നു? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടൈം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അതേപോലെ എഴുതുകയാണ്. 1/√2 പൈ ഈ എക്സ് നമ്മൾ അതേപോലെ എഴുതുന്നു. ഓക്കെ. ഇനി സെക്കൻഡ് ടൈം ഞാനിപ്പോ എഴുതിയിട്ടുള്ള സെക്കൻഡ് ടൈം എന്താണ്? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ആണ്. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ഇന്റഗ്രൽ എന്താണ്? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ. ഇനി നമ്മൾ നമ്മുടെ ഇന്റഗ്രലിന്റെ പാർട്ടിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യണം. അതായത് എക്സിന്റെ സൈൻ ഏതായിരുന്നു? എക്സിന്റെ സൈൻ പോസിറ്റീവ് അല്ലായിരുന്നു. അടുത്ത അപ്പൊ എന്ത് കിട്ടണം? നെഗറ്റീവ് സൈൻ ഇടുന്നു. അതിനുശേഷം ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവും സെക്കൻഡ് ടേമിന്റെ ഇന്റഗ്രലും എടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്ത് പോകാം. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ സൈൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ചെയ്തു പോകാം. ഫസ്റ്റ് ടൈം എന്താണ്? എക്സ് അല്ലേ? അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അടുത്ത സെക്കൻഡ് ടൈം എന്താണ്? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ. അപ്പൊ എന്താ കിട്ടുന്നത്? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗയാണ്. ഓൾറെഡി നമ്മുടെ തൊട്ട് ഫ്രണ്ടിലെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഒരു മൈനസ് ഐ ഒമേഗ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മൈനസ് ഐ ഒമേഗ വരുമ്പോ മൈനസ് ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ വരുന്നു. അപ്പൊ അത് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ പ്ലസ് സൈൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം. ഏതാണ് നമ്മുടെ സെക്കൻഡ് ടൈം? ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈമിന്റെ എന്തെടുക്കണം? ഡെറിവേറ്റീവ് എടുക്കണം. സെക്കൻഡ് ടൈമിന്റെ എന്തെടുക്കണം? ഇന്റഗ്രൽ എടുക്കണം. അപ്പൊ ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരികയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ടൈം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ലിമിറ്റ് കൊടുക്കാം. നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് എന്തായിരുന്നു? 0 ടു എ ആയിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ഈ എഴുതിയേക്കുന്ന ഈ ഫസ്റ്റ് ടൈമും സംഭവങ്ങളൊക്കെ ഒന്ന് മായ്ക്കുവാണേ. എന്നിട്ട് ഇനി നമുക്ക് സോൾവ് ചെയ്യാം ബാക്കി.
ഇനി നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ഒന്ന് സൈൻ ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ മൈനസ് മുകളിലോട്ട് പോകുമ്പോൾ എന്താകുന്നു, 1/√2π മൈനസ് എക്സ് ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഐ ഒമേഗ പ്ലസ് ഇവിടെ കണ്ടോ മൈനസ് ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്നല്ലേ. ഈ മൈനസ് ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ എങ്ങനെയാ വരുന്നത്, ഇതെങ്ങനെയാ പ്ലസ് ആയെന്ന് അറിയാവോ? അത് ഞാനൊന്ന് പറഞ്ഞു തരാം. സൈഡിലോട്ട് ഞാനൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. നോക്കൂ, മൈനസ് ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഐ ഒമേഗ ഇൻറ്റു മൈനസ് ഐ ഒമേഗ അല്ലേ. അപ്പൊ ഈ മൈനസും മൈനസും പോസിറ്റീവ് ആണ്. പിന്നെ എന്തുണ്ട്, ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഐ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ അല്ലേ. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്, ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താ, -1 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, -1 ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഈ ഡിനോമിനേറ്റർ ഞാൻ ഇവിടെ എന്താണ് മൈനസ് ഒമേഗ സ്ക്വയർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഇല്ലേ, ഈ മൈനസ് ഡിനോമിനേറ്ററിൽ വരുന്ന ഈ മൈനസ് ഒമേഗ സ്ക്വയറിലെ മൈനസ് കൊണ്ട് പോസിറ്റീവ് ആവുന്നു. അങ്ങനെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ പ്ലസ് സൈൻ ഇടുന്നു, ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒമേഗ സ്ക്വയർ മാത്രമേ എഴുതിയാൽ മതി. മൈനസ് നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ടുണ്ട്. ക്ലിയർ, മൈനസ് മൈനസ് പോസിറ്റീവ് ആക്കി. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും ഓക്കെ ആണ്. നമ്മുടെ ലിമിറ്റ് എന്തായിരുന്നു, 0 to a. ഇനി നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള a കൊടുക്കാം. അപ്പോൾ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, a കൊടുക്കണം. അപ്പൊ മൈനസ് എ ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഐ ഒമേഗ പ്ലസ് ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ലോവർ ലിമിറ്റ് 0 ആയാണ്. ഫസ്റ്റ് ടൈമിൽ എക്സിന്റെ അവിടെയാണ് നമ്മൾ 0 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ ടൈം 0 ആയി മാറുന്നു. പ്ലസ് സെക്കൻഡ് ടൈമിൽ ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എക്സിന്റെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ്റ്റ് 0 ആകുന്നു. ഇ റേസ്റ്റ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പൊ 1 ബൈ ഒമേഗ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം, നമുക്ക് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കാം. അപ്പൊ എന്ത് കിട്ടുന്നു, 1/√2π മൈനസ് എ ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഐ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 1 ബൈ ഒമേഗ സ്ക്വയർ. ഇനി ഫസ്റ്റ് ടേമിന്റെ ഡിനോമിനേറ്ററിൽ ഐ ഒമേഗയാണ് കിടക്കുന്നത്. രണ്ടാമത്തെ മൂന്നാമത്തെ ടേമിന്റെ ഡിനോമിനേറ്റർ ഒമേഗ സ്ക്വയർ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേമിലും ഒമേഗ സ്ക്വയർ ആക്കിയാൽ നമുക്ക് ഇതെന്താണ് ഒന്നിച്ച് എഴുതാമല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒമേഗ സ്ക്വയർ ആക്കാൻ ഡിനോമിനേറ്ററിൽ ഒരു ഐ ഒമേഗയും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലും ഓരോ ഐ ഒമേഗ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നു, 1/√2π ഇതെന്താണ് മൈനസ് എ ഐ ഒമേഗ ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നു, ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ അല്ലേ. ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ അല്ലേ. ഞാൻ സൈഡിൽ മുമ്പ് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ എഴുതാം പ്ലസ് ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 1 ബൈ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. ഇവിടുത്തെ ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസും വെട്ടിപ്പോന്നു. നമുക്ക് ഡിനോമിനേറ്റർ എല്ലാം ഒമേഗ സ്ക്വയർ ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഒന്നിച്ച് എഴുതാൻ പറ്റും. 1/√2π എന്ത് കിട്ടുന്നു, മൈനസ് പോയല്ലോ, മൈനസ് പോയി എ ഐ ഒമേഗ ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എ പ്ലസ് ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എ -1 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ആദ്യത്തെ രണ്ട് ടൈമിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ഫസ്റ്റ് 2 ടൈമിൽ ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എന്ന് പറയുന്ന ടൈം ഉണ്ടല്ലോ. അപ്പൊ അതെടുത്ത് നമുക്ക് വെളിയിലിടാം. 1/√2π ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എ എടുത്ത് വെളിയിലിട്ടാൽ എ ഐ ഒമേഗ പ്ലസ് 1 -1 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ക്ലിയർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഇഫ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 0 അതർവൈസ്. സൊല്യൂഷൻ. ആദ്യം നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഫോർമുല ഒന്ന് എഴുതാം. 1/√2π
ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ഫംഗ്ഷൻ -1നും 1നും ഇടയിലാകുമ്പോൾ എഫ് ഓഫ് എക്സ് മോഡ് എക്സ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1/√2π -1നും 1നും ഇടയിലാകുമ്പോൾ മോഡ് എക്സ് ആകുന്നു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്നാകുന്നു. ക്ലിയർ? ഇനി നമുക്ക് മോഡ് എക്സിന് നമുക്ക് എന്തുണ്ട്? ഒരു റിസൾട്ട് ഉണ്ട്. മോഡ് എക്സിന്റെ വാല്യൂ എന്താണ്? മോഡ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആകുന്നത് എപ്പോഴാണ്? മോഡ് എക്സിന് രണ്ട് വാല്യൂ ഇല്ലേ? പ്ലസ് ഓർ മൈനസ് എക്സ് എന്നല്ലേ? ഇപ്പോ മോഡ് എക്സിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ലിമിറ്റ് എങ്ങനെ വരും? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1ഉം നെഗറ്റീവ് എക്സ് ആകുമ്പോൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0യും ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് അപ്പോൾ സ്പ്ലിറ്റ് ആകുകയാണ് ചെയ്യുന്നത്. -1 ടു 0 മൈനസ് എക്സും വരുന്നു, 0 ടു 1 എക്സും വരുന്നു. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/√2π ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. -1 ടു 0 മോഡ് എക്സിന്റെ സ്ഥാനത്ത് എന്താണ് കൊടുക്കേണ്ടത്? മൈനസ് എക്സ് ആണ് കൊടുക്കേണ്ടത്. ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത ഇന്റർവെൽ ഏതാണ്? 0 ടു 1 എന്താകുന്നു? നമ്മുടെ മോഡ് എക്സിന്റെ വാല്യൂ എക്സ് ആകുന്നു. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആകുന്നു. ക്ലിയർ? ഇനി നമ്മൾ എന്താണ്? നമ്മൾ ഇനി രണ്ടായിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ 1/√2π ബെർണോളിസ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അറിയാമല്ലോ, നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒന്നും ബ്രാക്കറ്റ് ഒരു ബ്രാക്കറ്റ് കൊടുക്കുവാണ്, യെല്ലോ കളർ. ഇനി ഫസ്റ്റ് ടൈമിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ -x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ, അതിന്റെ ഇന്റഗ്രൽ. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ മൈനസ് സൈൻ കൊടുക്കുന്നു. ഇനി -xന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 അല്ലേ? അടുത്ത എന്താണ്? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ. അടുത്ത ടൈം എന്താ? -1ന്റെ ഡെറിവേറ്റീവ് എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. അപ്പൊ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ഇതിന്റെ ലിമിറ്റ് എങ്ങനെയാ? -1 ടു 0 പ്ലസ് ഇടുന്നു. അടുത്ത ടൈം ഇന്റഗ്രൽ 0 ടു 1 എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആണല്ലോ. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെയാ? ബെർണോളിസ് വെച്ചിട്ട് അപ്പൊ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ സൈൻ ചേഞ്ച് ചെയ്ത് മൈനസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു അടുത്ത എന്താണ്? സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ. അപ്പോൾ സെക്കൻഡ് ടൈം എന്താണ്? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് അല്ലേ? അതിന്റെ ഇന്റഗ്രൽ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഓൾറെഡി ഒരു തൊട്ട് ഫ്രണ്ടിലെ ടൈമിൽ ഡിനോമിനേറ്റർ ഒരു മൈനസ് ഐ ഒമേഗ ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതിന്റെ ഒരു മൈനസ് ഐ ഒമേഗ വരുന്നു, മൈനസ് ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ വരുന്നു. അടുത്ത ടൈം ഉണ്ടോ? ഇല്ല. ലിമിറ്റ് എന്താണ്? 0 ടു 1. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താ? നമ്മുടെ ആ യെല്ലോ കളർ ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് താഴെയായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? വിച്ച് ഇസ് ഈക്വൽ ടു 1/√2π ഈ ഇന്റഗ്രലിന്റെ അകത്തെ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് കൊടുക്കാം അല്ലെ? അപ്പൊ നോക്കൂ, ഇവിടുത്തെ ഈ മൈനസ് ഇവിടുത്തെ ഈ മൈനസും കട്ടായി. അപ്പൊ എന്താവുന്നു? എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഐ ഒമേഗ മൈനസ് ഇതെങ്ങനെ മൈനസ് വന്നെന്ന് അറിയാവോ? ഇതേണ്ട ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. നമ്മുടെ ഈ ഡിനോമിനേറ്ററിലെ മൈനസ് ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ വരും. ഇവിടുത്തെ ഈ മൈനസും കട്ടായി പോകും. പിന്നെ ഈ ഒരു മൈനസേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? ഒമേഗ സ്ക്വയർ വരും. ഒമേഗ സ്ക്വയർ -1 ടു 0 പ്ലസ് അടുത്തതോ അപ്പർ ലിമിറ്റ് 1 അല്ലേ?
ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ സൈൻ ഒന്ന് സെറ്റ് ആക്കാം. സൈൻ സെറ്റ് ആക്കുമ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ ആ മൈനസ് ഐ ഒമേഗ അവിടെ തന്നെ കിടന്നോട്ടെ. മൈനസ് ഐ ഒമേഗ. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഈ ഡിനോമിനേറ്റർ നമുക്കൊരു മൈനസ് ഒമേഗ സ്ക്വയർ വരും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ആ മൈനസും ഇവിടുത്തെ മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് ഇവിടെ പോസിറ്റീവ് ആവുന്നു. അപ്പൊ ഞാൻ ഇവിടെ പ്ലസ് സൈൻ ഇടുവാണേ. പ്ലസ് സൈൻ ഇട്ടു. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ 0 to 1. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് പോയി. ഇനി നമ്മുടെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ കൊടുക്കണം ഇതിനകത്ത്. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ 1/√2π ഇനി നമ്മുടെ ഫസ്റ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഇതിനകത്ത് അപ്പർ ലിമിറ്റിന്റെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. 0 കൊടുക്കാൻ പോകും. 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആണ്. 0 മൈനസ് സെക്കൻഡ് ടൈം 1/ഒമേഗ സ്ക്വയർ ആകുന്നു. മൈനസ് ലോവർ ലിമിറ്റ് -1 ആണ്. അപ്പൊ എക്സിന്റെ അവിടെ -1 കൊടുക്കുമ്പോൾ -1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിന്റെ അവിടെ -1 കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആവുന്നു അല്ലേ? മൈനസ് മൈനസ് പോസിറ്റീവ് ഐ ഒമേഗ ആകുന്നു. ഐ ഒമേഗ ഡിവൈഡഡ് ബൈ ഐ ഒമേഗ മൈനസ് ഇ റേസ് ടു ഐ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. അപ്പോൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ടൈമിന്റെ ബ്രാക്കറ്റ് ആണ് ക്ലോസ് ചെയ്തത്. ഇനി പ്ലസ് സൈൻ ഇടുന്നു. ഇനി അടുത്ത സ്ക്വയർ ബ്രാക്കറ്റിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ 1 കൊടുക്കുമ്പോൾ എക്സിന്റെ അവിടെ 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു അപ്പോൾ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ എന്നാണ് വരുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഐ ഒമേഗയാണിത്. മൈനസ് ഐ ഒമേഗ പ്ലസ് അടുത്ത എന്ത് കിട്ടുന്നു? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഓക്കെ. മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പോൾ എന്ത് കിട്ടുന്നു? എക്സിന്റെ അവിടെ 0 എടുക്കുമ്പോൾ 0 പ്ലസ് അടുത്ത ടൈമിൽ ഇ റേസ് ടു 0 1 ആണ്. അപ്പോൾ 1/ഒമേഗ സ്ക്വയർ. അപ്പോൾ 0 പ്ലസ് 1/ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1/√2π നമ്മുടെ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കുവാണേ. ഫസ്റ്റ് ടൈം എന്താണ്? -1/ഒമേഗ സ്ക്വയർ ആണ്. അത് ഞാൻ എഴുതുവാണേ. -1/ഒമേഗ സ്ക്വയർ. അടുത്ത ടൈം വരുമ്പോൾ മൈനസും ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ പോസിറ്റീവ് ആണ് അല്ലേ? പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ ഡിവൈഡഡ് ബൈ ഐ ഒമേഗ. അടുത്ത് വരുമ്പോൾ പിന്നെയും പോസിറ്റീവ് ആണ്. പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് അടുത്ത് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ. അടുത്ത് വരുമ്പോൾ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 1/ഒമേഗ സ്ക്വയർ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ഞാൻ ആദ്യം ഡിനോമിനേറ്ററിൽ ഒമേഗ സ്ക്വയറിൻ ഇ റേസ് ടു എന്താണ് ഐ ഒമേഗ വരുന്ന ടേമുകൾ നോക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇതും കൂടെ നോക്കിയിട്ട് ഇതിനകത്ത് നോക്കാം. ഡിനോമിനേറ്ററിൽ ഒമേഗ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് അത് ഒന്നിച്ച് എഴുതാം. ഓക്കെ. അപ്പോൾ 1/√2π ആ ടേമുകൾ ഒന്നിച്ച് എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് നമുക്ക് വെളിയിലെടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ ഒമേഗയെ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എന്ന് എഴുതാമല്ലോ. ഓക്കെ അല്ലേ? അടുത്ത ടേം ഞാൻ ഐ ഒമേഗ വരുന്ന ടേമുകൾ നോക്കുന്നു. ഐ ഒമേഗ വരുന്ന ടേം ഈ മൈനസ് മുകളിലോട്ട് പോകുമ്പോൾ എന്താവുന്നു? മൈനസ് വരില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ 1/ഐ ഒമേഗ എടുത്ത് നമുക്ക് വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താകുന്നു?
ഇ റേസ് ടു ന്യൂമറേറ്ററിൽ ഇ റേസ് ടു ഐ ഒമേഗ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എന്നാകുന്നു. ക്ലിയർ? ഇനി നമുക്ക് ഫസ്റ്റ് ടൈം എന്തുണ്ട്, ഒരു മൈനസ് 1 ഒമേഗ സ്ക്വയർ ഉണ്ട്, ലാസ്റ്റ് ടൈം ഒരു മൈനസ് 1 ഒമേഗ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടുന്നു, -2 ഒമേഗ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. സോൾവ് ചെയ്യേണ്ട അറിയാമല്ലോ, 1/√2π 1 ഒമേഗ സ്ക്വയർ. ഇത് കണ്ടോ, ഇ റേസ് ടു ഐ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എന്താണ് വരുന്നത്, ഇ റേസ് ടു ഐ ഒമേഗ കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗയോ കോസ് ഒമേഗ മൈനസ് ഐ സൈൻ ഒമേഗ. ഓക്കെ, പ്ലസ് അടുത്ത 1/i ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ എന്താണ്, കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗയാണ് വരുന്നത്. അടുത്ത എന്താണ്, അതായത് ഇത് ഞാൻ സൈഡിലായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം, ഒരു സെക്കൻഡ്. ഇത് നോക്കൂ, ഈ ഒരു പോർഷൻ ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം. അതായത് ഇ റേസ് ടു ഐ ഒമേഗ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ മൈനസ് ബ്രാക്കറ്റിനകത്ത് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എന്താണ്, കോസ് ഒമേഗ മൈനസ് ഐ സൈൻ ഒമേഗ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ മൈനസ് കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ. ഈ കോസ് ഒമേഗയും വെട്ടിപ്പോയാൽ 2i സൈൻ ഒമേഗ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാനിത് ഇവിടെ ഞാനൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പോർഷൻ ഞാൻ എഴുതുവാണ് ഇവിടെ. അപ്പൊ കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ ഈ ഒരു പോർഷൻ, അപ്പൊ മൈനസ് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കിയിട്ടുള്ള ടൈം ആണ് എഴുതുന്നത്. കോസ് ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ. ഓക്കെ, അടുത്ത ടൈം എന്തായിരുന്നു, അടുത്തൊരു -2 ഒമേഗ സ്ക്വയർ ഉണ്ട്, ബ്രാക്കറ്റിംഗ് ക്ലോസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാം കാണുന്നുണ്ടല്ലോ ബോർഡിൽ. അതിന് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയുക. ഇവിടുത്തെ ഈ ഇതും വെട്ടുന്നു. ഇവിടെ എന്തൊക്കെയുണ്ട്, കോസ് ഒമേഗ, ഈ മൈനസ് കോസ് ഒമേഗ പോയി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 1/√2π 1 ഒമേഗ സ്ക്വയർ ഇതെന്ത് കിട്ടുന്നു, കോസ് ഒമേഗ പ്ലസ് കോസ് ഒമേഗ എന്ത് കിട്ടുന്നു, 2 കോസ് ഒമേഗ എന്ന് കിട്ടുന്നു. പ്ലസ് 1/i ഒമേഗ ഇൻറ്റു ഇത് കണ്ടോ, ഐ സൈൻ ഒമേഗ പ്ലസ് ഐ സൈൻ ഒമേഗ 2i സൈൻ ഒമേഗ എന്ന് കിട്ടുന്നു. മൈനസ് 2 ഒമേഗ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇവിടുത്തെ ഈ ഐയും ഇവിടുത്തെ ഈ ഐയും വെട്ടിക്കളാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം, 1/√2π 2 കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗയാണ്. അപ്പൊ ഇവിടെ ഒരു ഒമേഗ സ്ക്വയർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഒരു ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിലും ഒരു ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാനത് മൾട്ടിപ്ലൈ ചെയ്തേ. ഓക്കെ, 2 ഒമേഗ സ്ക്വയർ. ഇപ്പൊ ഡിനോമിനേറ്റർ എല്ലാത്തിന്റെ ഒമേഗ സ്ക്വയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 1/√2π 2 കോസ് ഒമേഗ പ്ലസ് ഇവിടെ എന്ത് കിട്ടുന്നു, 2 സൈൻ ഒമേഗ ഇൻറ്റു ഒമേഗ, അതായത് 2 ഒമേഗ സൈൻ ഒമേഗ മൈനസ് 2 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഇവിടെ നോക്കൂ, നമ്മുടെ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ന്യൂമറേറ്ററുള്ള ടേമുകളിലെല്ലാം ഒരു 2 ഇല്ലേ, ആ 2 എടുത്ത് നമുക്ക് വെളിയിടാം. അപ്പൊ 2/√2π കോസ് ഒമേഗ പ്ലസ് ഒമേഗ സൈൻ ഒമേഗ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 2ഉം ഇവിടുത്തെ √2ഉം കൂടെ, ഡിനോമിനേറ്ററുള്ള √2ഉം കൂടെ വെട്ടിയിട്ട് ന്യൂമറേറ്റർ √2 വരുന്നു. അപ്പൊ √2/√π കോസ് ഒമേഗ പ്ലസ്
W sin omega minus 1 divided by W അല്ല ഒമേഗ സ്ക്വയർ. ഓക്കെ സോറി, W അല്ല ഒമേഗ സ്ക്വയർ. അപ്പൊ കോസ് ഒമേഗ പ്ലസ് ഒമേഗ സൈൻ ഒമേഗ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് എന്ത് എഴുതാം? റൂട്ട് 2/π കോസ് ഒമേഗ പ്ലസ് ഒമേഗ സൈൻ ഒമേഗ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഈ മോഡലിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ KTU ലൈവ് അപ്ഡേറ്റ്സിനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്